തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായകമായ ഒരു തീരുമാനം ഇന്നലെ വന്നു. 344 പാർട്ടികളുടെ അംഗീകാരം റദ്ദാക്കി. കേരളത്തിൽ നിന്നും 7 പാർട്ടികൾ. അതിൽ ഇടയ്ക്ക് എല്ലാ മലയാളികളും തിരഞ്ഞൊരു പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. CPM അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് എല്ലാവരും പരിശോധിച്ചത്. ആ ഗതിയിലേക്ക് പാർട്ടി കേരളത്തിൽ മാറുകയാണോ? ഈ 344 അല്ല 334 പാർട്ടികളെ അംഗീകാരമാണ്, രജിസ്ട്രേഷനാണ് റദ്ദാക്കിയിരിക്കുന്നത്. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നില്ല, അവർക്ക് ജനപ്രതിനിധികളില്ല, അങ്ങനെയൊക്കെയുള്ള വിവിധ വിഷയങ്ങളുണ്ട്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമല്ലേ, അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാവും. പക്ഷേ ഈ ദേശീയ പാർട്ടി എന്നൊരു പദവി അതൊരു കരുത്താണ്. കാരണം ഉദാഹരണത്തിന് പ്രധാനമന്ത്രി ഒരു ചർച്ച നടത്താൻ വേണ്ടി വിളിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളെ. അപ്പോൾ അത് രണ്ടായിട്ട് തിരിക്കും, ദേശീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും. അപ്പോൾ ഈ ദേശീയ പാർട്ടികളെന്ന് പറയുന്നത് ഇപ്പോൾ BJP, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, BSP, NPP, CPM എന്നിവയാണ്. ഇങ്ങനെ 6 പാർട്ടികളാണ് ദേശീയ പാർട്ടികൾ. അതായത് 4 സംസ്ഥാനങ്ങളിൽ ജനപ്രതിനിധികൾ ഉണ്ടാകുക, MP മാരുണ്ടാകുക, MLA മാരുണ്ടാകുക, ഇതൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻ. 4 സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം വേണം എന്നൊക്കെ ഉള്ളതാണ്. ഇത്ര MP മാർ മിനിമം വേണം, ഇത്ര MLA മാർ മിനിമം വേണം. അപ്പോൾ അത് CPM-ന് അതുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോഴും ആ ദേശീയ പാർട്ടി പദവി നിലവിൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നമ്മുടെ സഖാവ് ബാലൻ നിലവിളിക്കുന്നത് കണ്ടു, നമ്മൾ മരപ്പട്ടിയോ അല്ലെ എന്തോ, അതെ അതെ അതെ, ചിഹ്നങ്ങളിലേക്ക് പോകുമോ, ഉടുമ്പ്, മരപ്പട്ടി, ഇതൊക്കെ ചിഹ്നമായിട്ട് കിട്ടും എന്ന് പറഞ്ഞ് പുള്ളിയുടെ കരച്ചിൽ മാധ്യമങ്ങളെല്ലാം എടുത്ത് കാണിച്ചത്. അല്ല, അത് അന്ന് കേരളത്തിൽ നിന്ന് ആ ഒരു സീറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ CPM-ന് അതൊരു വലിയ വിഷയമാവുമായിരുന്നു. രാജസ്ഥാനിലും തമിഴ്നാട്ടിലും കിട്ടിയെങ്കിലും കേരളത്തിൽ നിന്ന് ഒരു സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ അതൊരു വലിയ വെല്ലുവിളി ആയിരുന്നേനെ. എന്തായാലും അതിൽ നിന്ന് അവർ തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ടു, ഊരി. പക്ഷെ ഊരാൻ പറ്റാതെ പോയ വേറൊരു പാർട്ടിയുണ്ട്, അത് CPI-ആണ്. അവരിപ്പോൾ വെറും ഒരു സംസ്ഥാന പാർട്ടിയായി മാറി. നമ്മൾ ആലോചിക്കണം, ഇന്ദ്രജിത് ഗുപ്തയെ പോലെയുള്ള വലിയ നേതാക്കൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് അല്ലേ. ഈ CPI-യുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്ട് കേരള കോൺഗ്രസിൻ്റെ അവസ്ഥയാണ്. കേരള കോൺഗ്രസ് എവിടെ ഉണ്ട്? കേരളത്തിലുണ്ട്, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ CPI-യും ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിന് പുറത്ത് CPI-ക്ക് എവിടെയെങ്കിലും പ്രവർത്തനം ഉണ്ടോ എന്ന് മഷിയിട്ട് നോക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPI അല്ല, കേരളത്തിലും അത്തരം പ്രശ്നങ്ങൾ, പ്രവർത്തകരുടെ ക്ഷാമം വലിയ രീതിയിൽ CPI ബാധിക്കുന്നതായി ഇപ്പോൾ നടക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ ചർച്ച ഉയർന്നു വരുന്നുണ്ടല്ലോ. കേരളത്തിനുള്ളിലും അവർ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പക്ഷെ ഞാൻ കേരളത്തിൻ്റെ പുറത്ത് അവരെ കാണാനേ ഇല്ല. നേരത്തെ അവർ ബംഗാളിലുണ്ടായിരുന്നു, ഡൽഹിയിലുണ്ടായിരുന്നു, അതുപോലെ പല സംസ്ഥാനങ്ങളിലും അവരുടെ ഈ തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകൾ, ഈ CPI-യുടെ AITUC എന്നൊക്കെ പറയുന്ന ആ ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്നു. അതിൽ BSNL-ൽ അവരുടെ ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്നു. പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഈ CPI-യുടെ ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഈ നോർത്ത് ഇന്ത്യയിൽ ഞാൻ പലപ്പോഴും BJP നേതാക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഡൽഹിയിൽ നിന്ന് വരുന്ന പല BJP നേതാക്കളെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാനോ മറ്റോ ഒക്കെ പോകുമ്പോൾ, അതുപോലെ BMS-ൻ്റെ നേതാക്കളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് ഈ CPI CPM എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷനാണ്. അവരിത് രണ്ടിനെ ഒന്നായിട്ടാണ് കരുതിയിരിക്കുന്നത്. മാർക്സ്വാദി, വളരെ ലളിതമായിട്ട് പറയുന്നത് മാർക്സ്വാദി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ CPM-ൻ്റെ ഒരു നേതാവിനെ സംബന്ധിച്ച് നമ്മൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇത് രണ്ടും ഒന്നാണെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അന്ന് കേരളത്തിൽ നിന്നുള്ള പത്രപ്രവർത്തകർ അവരോട് പറഞ്ഞു കൊടുക്കുക, അല്ല അങ്ങനെയല്ല, കേരളത്തിൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടുണ്ട്, CPI-യും ഉണ്ട്, CPIM-ഉം ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് രണ്ടും ഈ CPI എന്നുള്ളതിൽ തുടങ്ങിയിട്ട് മറ്റേതൊരു M എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ. ഇത് രണ്ടിനെ ഒന്നായിട്ട് അവർ കണ്ടിരുന്നു. അപ്പോൾ അത് സന്ദർഭവശാൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ CPI-ക്ക് ഇന്ത്യ മുഴുവനും അത്യാവശ്യം വേരോട്ടമുണ്ടായിരുന്നു. പാർട്ടി പിളർന്നതോടുകൂടി, 64-ലെ പിളർപ്പോടുകൂടി CPM പതുക്കെ ശക്തി പ്രാപിക്കുകയും കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും അധികാരത്തിൽ വരികയും ബംഗാളിലും ത്രിപുരയിലും തുടർഭരണം സാധ്യമാക്കുകയും ചെയ്തു. കേരളത്തിൽ മാത്രമാണ് അതിന് അപവാദം. അവർ മാറി മാറി LDF UDF എന്നുള്ള മുന്നണി സംവിധാനം ആയതുകൊണ്ട് മാറി മാറി ഭരിച്ചു.
പക്ഷേ ഇതിനിടയ്ക്ക് ഇന്ത്യ ഭരിക്കാനുള്ള അവസരം CPI-എമ്മിന് കൈവന്നതാണ്. ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാനായിട്ട് ഒരു ചർച്ച നടന്നതാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് എതിർപ്പ് വന്നതോടുകൂടി അതിൽ നിന്ന് പിൻവലിയും പാർട്ടി. അപ്പോൾ അത് CPI-എമ്മിൻ്റെ കാര്യമാണ്. പക്ഷേ CPI ഈ പിളർന്നതിന് ശേഷം എല്ലാ കാലത്തും CPM-ൻ്റെ ഒരു നിഴലായിട്ടാണ് വർത്തിച്ചത്. AB ബർദാനെ പോലെയുള്ള വലിയ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ആ എം എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ പിന്നിൽ ഒതുങ്ങിക്കൂടുന്ന അവരുടെ ഒരു നിഴലായിട്ട് ഇന്ത്യയിൽ CPI-യുടെ പ്രവർത്തനം മന്ദീഭവിച്ചു. അതാണ് സത്യം. അപ്പോൾ ഒരു പക്ഷേ അവരന്ന് CPI-എമ്മിൻ്റെ കൂടെ ഈ 79-80 കാലത്ത് പാർട്ടി ലയിച്ചില്ലെങ്കിൽ കൂടി മുന്നണിയായിട്ട് ഒരുമിച്ച് നിൽക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഏകീകരണം സാധ്യമാകണം എന്നുള്ള പാർട്ടി കോൺഗ്രസിൻ്റെയൊക്കെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒരുമിച്ചൊരു മുന്നണിയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ CPI കുറെ കൂടി ശക്തമായിട്ട് ഇന്ത്യയിൽ നിലനിന്നേനെ. കാരണം കോൺഗ്രസുമായിട്ട് സഹകരിക്കുന്നതുകൊണ്ട് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. അവർ 72 മുതൽ ഏതാണ്ട് 79 വരെ അവർക്ക് അധികാരത്തിലിരിക്കാൻ സാധിച്ചു കേരളത്തിൽ. അതൊരു ചെറിയ കാര്യമല്ല. CPI-ക്ക് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ച് അവർ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ കോൺഗ്രസുമായിട്ട് ചേർന്ന് ഒരു UDF-ൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ മുന്നണിയിൽ നിന്നുകൊണ്ട്, കോൺഗ്രസ് മുന്നണിയിൽ നിന്നുകൊണ്ട് ഭരിക്കാൻ സാധിച്ചു. അച്യുതമേനോൻ ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷെ ആ CPI-യുടെ എന്താ പറയണ്ടേ, അതിൻ്റെ ഒരു ചെറിയൊരു ലാഞ്ചന പോലും ഇന്ന് കാണാനില്ല. അത്രയും മികച്ച നേതാക്കളില്ല. ഒരു കാലത്ത് നല്ല നേതാക്കളുണ്ടായിരുന്നൊരു പാർട്ടിയാണ് CPI. കേരളത്തിലെ നേതാക്കൾ രാജ്യത്തെങ്ങും മാതൃകയാകുന്ന നേതാക്കളായിരുന്നു. ലാളിത്യം കൊണ്ടും അറിവ് കൊണ്ടും ഈ ഒരു ത്യാഗസന്നദ്ധമായ ജീവിതം കൊണ്ടും ഒക്കെ വലിയ ആഡംബരമോ ഒന്നുമില്ലാതെ വളരെ ലളിതമായിട്ട് ജീവിച്ച നേതാക്കൾ. ഇപ്പോൾ അച്യുതമേനോനൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോൻ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് ഒക്കെ പടിയിറങ്ങി അദ്ദേഹം പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി തൻ്റെ ഗ്രാമത്തിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു. അപ്പം അങ്ങനെയുള്ള ഈ മാതൃക കാട്ടുന്ന ധാരാളം നേതാക്കൾ CPI-ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ പാർട്ടി ഉപ്പുവെച്ച കലം പോലെ അലിഞ്ഞ് കലവും ഉപ്പും ഒരുപോലെ അലിഞ്ഞു തീരുന്നത് പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർ എവിടെയൊക്കെയോ ഏതിലൊക്കെയോ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അവരെ കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല. ഈ RSP തുടങ്ങിയ വേറെ പാർട്ടികളുണ്ട്. അതിൻ്റെ ഗതി ഇതിനേക്കാൾ കഷ്ടമാണ്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ RSPക്ക് കേരളത്തിൽ നിന്നെങ്കിലും ഒരു MP ഉണ്ട്. CPI-ക്ക് അതുമില്ല. നമ്മൾ മനസ്സിലാക്കണം. RSPക്ക് NK പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു MP കേരളത്തിൽ നിന്നെങ്കിലും ഉണ്ട്. പണ്ടവർക്ക് ബംഗാളിൽ MP ഉണ്ടായിരുന്നു, MLA-മാരുണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലത്തും പ്രവർത്തനമുള്ള ഒരു പാർട്ടിയായിരുന്നു RSP. 2009 2009 അല്ല, കേരളത്തിലില്ലായിരുന്നു. അവർക്ക് ഇല്ലായിരുന്നു. തുടർച്ചയായ 2 തവണ 2 തെരഞ്ഞെടുപ്പിലും ഇല്ല. 2009 2014 2014 CPI-ക്ക് 2014 തൃശ്ശൂരിൽ വിജയിച്ചു. അപ്പോൾ 2009 പറഞ്ഞതുപോലെ അവർക്ക് CPI-ക്ക് MP ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് 4 സീറ്റിലും ജയിച്ചത് CPI-M ആണ്. ആറ്റിങ്ങൽ, പാലക്കാട്, കാസർഗോഡ്, ആലത്തൂർ 4 സീറ്റിലും CPI-M-ൻ്റെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ശരിക്കും ഇപ്പോൾ CPI വെറും ഒരു പ്രാദേശിക പാർട്ടിയായിട്ട് ഇന്ന് കേരള കോൺഗ്രസിനോട് മത്സരിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിനോട്. LDF-ലെ രണ്ടാമനാര്, അത് CPI ആണോ അതോ കേരള കോൺഗ്രസ് M ആണോ എന്നൊരു തർക്കം ഇപ്പോൾ കേരളത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇവർക്കൊരു MP ഒക്കെ ഉണ്ടായിരുന്ന് ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ ഒരു എന്താ പറയുക ഒരു സാന്നിധ്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ചെറിയ സാന്നിധ്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനേക്കാൾ ഒരു അപ്പർ ഹാൻഡ് അവർക്ക് LDF-ൽ ഉണ്ടായേനെ. ഇതിപ്പോൾ എപ്പോൾ വേണമെങ്കിലും LDF-ൽ നിന്ന് അവരെ ചവിട്ടി പുറത്താക്കാം. CPM-നെ സംബന്ധിച്ചിടത്തോളം CPI-യെ പതുക്കെ ഒഴിവാക്കിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് കേരള കോൺഗ്രസ് M, അതുപോലെ ഇന്ത്യൻ നാഷണൽ ലീഗ്,
PDP തുടങ്ങിയ പാർട്ടികളെ കൊണ്ടുവരുന്നതാണ് അവർക്ക് കൂടുതൽ നേട്ടം. ചില മണ്ഡലങ്ങളിലെങ്കിലും അതുകൊണ്ട് സീറ്റുകൾ നിലനിർത്താൻ, MLA സീറ്റുകൾ നിലനിർത്താൻ സാധിക്കും. ചില മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും. ഈ CPM-ഉം കേരള കോൺഗ്രസും കൂടെ ചേർന്നാൽ മധ്യ കേരളത്തിൽ ചില അത്ഭുതങ്ങൾ കാഴ്ചവെക്കാം. അതുപോലെ PDP-യും INL-ഉം CPM-ഉമായിട്ട് ചേർന്നാൽ മലബാർ മേഖലയിൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം എന്ന് അവർ ഇതിനകം അത് തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ CPI-യുടെ ഭാവി സമ്പൂർണമായിട്ടും ഇരുളടഞ്ഞിരിക്കുകയാണ് ഇടതുമുന്നണിയിൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നിട്ട് ഇനി CPI-ക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാനില്ല. അവരുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാകും. അവർ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായി ഇപ്പോൾ തന്നെ മാറിയിരിക്കുകയാണ്. അത് ഭാവിയിൽ സമ്പൂർണമായ ഒരു ചരമഗീതം എഴുതുന്നതിലേക്ക് പോകും എന്നാണ് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്.